പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽ തന്നെ നിരവധി പദ്ധതികൾ തുടങ്ങി വെച്ചു. അതൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. എല്ലാം വിജയകരമായി തന്നെ തുടരുകയാണ്. ഈ പദ്ധതികളെ കുറിച്ചുള്ള ചില വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ മുൻപ് തത്വമൈ നൽകിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതുമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ആന്തോളൻ. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ, പെൺകുട്ടികൾ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മ, പല ഗ്രാമാന്തരങ്ങളിലും ഒക്കെ തന്നെ സ്ത്രീകൾ അടുക്കള പണിക്കാരായി മാത്രം അല്ലെങ്കിൽ വീട്ടുപണിക്കാരായി മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കായ സ്ത്രീകൾ അവർ പ്രത്യേക സമ്പാദ്യ പദ്ധതിയിലൂടെ പ്രത്യേകമായ ലോണുകൾ എടുത്തുകൊണ്ടൊക്കെ തന്നെ കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും ചെറു വ്യവസായങ്ങളും തുടങ്ങിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടൊക്കെ തന്നെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് സ്വന്തം കുടുംബത്തിന് തുണയായി മാറുന്നത്, സ്വന്തം കുടുംബത്തിന്റെ നട്ടെല്ലായി മാറുന്നത്. ഇന്നിവിടെ സ്കൂളിൽ പോകാത്ത ഒരു പെൺകുട്ടി പോലുമില്ല. 2014 മുൻപ് സ്കൂൾ എന്തെന്നറിയാത്ത അല്ലെങ്കിൽ സ്കൂളുകൾ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ, പ്രാഥമിക വിദ്യാലയങ്ങൾ, ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഒക്കെ തന്നെ നിലവിൽ വന്നു. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പ്രത്യേക സ്കോളർഷിപ്പ്, അവരുടെ മറ്റ് ഹയർ സ്റ്റഡീസിനായിട്ട് അവർക്ക് കൂടുതൽ പഠനങ്ങൾ നടത്താനായിട്ട് പ്രത്യേക സ്കോളർഷിപ്പുകൾ, പ്രത്യേക പദ്ധതികൾ. ഏതാണ്ട് 18 ലക്ഷത്തിലധികം പെൺകുട്ടികൾ ഇതിനകം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ഭാഷയിലും ഒക്കെ തന്നെ പ്രാവീണ്യം നേടി തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി വിവിധ ഇടങ്ങളിൽ വിവിധ സർവകലാശാലകളിൽ പഠിക്കുകയാണ്. ഏതാണ്ട് 12 ലക്ഷത്തോളം വീട്ടമ്മമാർ, സാധാരണ കുടുംബിനികൾ ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നേറുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി അവരുടെ കുടുംബത്തിന്റെ ആണിക്കല്ലാകുന്നു. ഈ ഒരൊറ്റ പദ്ധതി കൊണ്ട്, ഈ പ്രധാനമന്ത്രി ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ആന്തോളൻ എന്ന ഈ ഒറ്റ പദ്ധതി കൊണ്ട് ലക്ഷക്കണക്കിനായ സ്ത്രീകളും പെൺകുട്ടികളുമാണ് സ്വാശ്രയത്തിന്റെ, രാഷ്ട്ര സേവനത്തിന്റെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട പാതയിലേക്ക് എത്തിയത്. മറ്റു പദ്ധതികൾ ധാരാളമുണ്ട്. അനവധി പദ്ധതികൾ ഇവിടെ കഴിഞ്ഞ സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ തന്നെ ഗുണഭോക്താക്കളായി ആയിരങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പദ്ധതി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മുന്നോട്ട് വരിക, സ്ത്രീകൾ എല്ലാ മേഖലകളിലും ശക്തി ആർജിക്കുക. ഒരു വേള പുരുഷനൊപ്പം എന്ന് അല്ല, ഒരു പടി കൂടി മുന്നിൽ സ്ത്രീ ശക്തി നിലകൊള്ളണം. ചന്ദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ത്രീ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി പ്രത്യേകമായി വിളിച്ച് ആദരിച്ചതും അവർക്ക് അഭിനന്ദനം അർപ്പിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്ത്രീ സാന്നിധ്യം എത്ര ശക്തമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും കൂടുതൽ സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും കടന്നു വരണം. കൂടുതൽ സ്ത്രീകൾ ശക്തിയാർജിച്ച് രാജ്യത്തിന്, രാഷ്ട്രത്തിന് കരുത്താകണം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം, മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പെൺമക്കളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട്, അവർക്ക് പഠനം നൽകിക്കൊണ്ട്, വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗ്രാമാന്തരങ്ങളിലൂടെ, നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഒരേപോലെ പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായി ശാസ്ത്രത്തിന്റെ, സാങ്കേതിക വിദ്യയുടെ, ഭാഷയുടെ എല്ലാ മേഖലകളിലും ശക്തരായി നിലകൊള്ളുവാൻ പ്രാപ്തരായി പെൺകുട്ടികളെ, സ്ത്രീകളെ മാറ്റുവാൻ വേണ്ട പദ്ധതിയാണ് ഈ ഒരൊറ്റ പദ്ധതി. സത്യം പറഞ്ഞാൽ ഈ പദ്ധതി യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയിൽ വരെ വ്യക്തമായി ചർച്ച ചെയ്തു. ഇതേ മാതൃകയിൽ അത് എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കണം എന്ന ആശയം 2023 ജൂലൈ മാസം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ആന്തോളൻ പദ്ധതി എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കണം എന്ന ഒരു ആശയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. പല രാജ്യങ്ങളും ഇന്ത്യയെ മാതൃകയാക്കിക്കൊണ്ട്, ഭാരതത്തെ മാതൃകയാക്കിക്കൊണ്ട്, പിന്തുടർന്നുകൊണ്ട് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി. ഇന്ത്യയിലാണ് അത് ഏറ്റവും ശക്തമായി നടപ്പിലായത്. ഇനിയും ധാരാളം പെൺകുട്ടികൾ, സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തി, സ്വയം വിദ്യാഭ്യാസം കണ്ടെത്തി അവർ തനിയെ നിൽക്കുവാൻ, കുടുംബത്തിനൊപ്പം നിൽക്കുവാൻ, രാജ്യത്തിനൊപ്പം നിൽക്കുവാൻ അവർ പ്രാപ്തരാകും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആന്തോളൻ എന്നത് പ്രധാനമന്ത്രി വെറുതെ പറഞ്ഞൊരാശയമല്ല. അതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ, ആഗോളതലത്തിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പരിച്ഛേദമായിട്ട് ഈ പദ്ധതിയെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടേ പറ്റൂ. അങ്ങനെ കാണുന്നു ലോകം മുഴുവൻ.
Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com, Iron Build, Gujarat. Powered by Jyotis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.